യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ ഇന്നത്തെ ഈ ഓഗസ്റ്റ് 17 രാത്രി വളരെ നിർണായകമാകുന്നതിനൊരു കാരണമുണ്ട്. ജൂൺ 17 കൃത്യം 60 ദിവസം മുമ്പാണല്ലോ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു അന്തിമ കരാർ 2 മാസത്തിനിടയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു കരാർ ഒപ്പിട്ടത്. എന്നിട്ട് 2 മാസം ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി കൂടി കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു അന്തിമ കരാർ ഉണ്ടാക്കാനുള്ള കാലയളവിൻ്റെ ആ ഒരു ഡെഡ് ലൈൻ അവസാനിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കുക? എന്തെങ്കിലുമൊക്കെ അവിവേകം ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന് ലോകം നോക്കിയിരിക്കുമ്പോൾ എണ്ണവില കൂടുന്നു, ഓഹരി വിപണിയിൽ മാറ്റങ്ങൾ വരുന്നു, ആളുകളുടെ ആകാംക്ഷാ നിലവാരം, അവരുടെ പൊതുവെയുള്ള ഒരു ടെൻഷൻ, മാനസിക സമ്മർദ്ദം ഇതൊക്കെ കൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒറ്റ കാര്യം, ഹോർമൂസുമായി ബന്ധപ്പെട്ട ഈ കരാർ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കരാറിനിടയിലേക്ക് ഒമാൻ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടാൽ, തടസ്സം നിന്നാൽ ഒമാനെയും തകർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇന്ന് പുതിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപിൻ്റെ മറ്റു ചില പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പെൻറ്റഗൺ ഇന്ന് ഒപ്പുവച്ചിരിക്കുന്ന വലിയൊരു കരാറിനെക്കുറിച്ച് നമ്മൾ അറിയണം. മിസൈലുകളില്ല അമേരിക്കയുടെ ആയുധശേഖരത്തിൽ. അതുകൊണ്ട് റാറ്റിയോഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ മിസൈൽ നിർമ്മാതാക്കളായ വൻകിട കമ്പനി, ആ കമ്പനിക്ക് $2290 കോടി ഒരു കരാർ പെൻറ്റഗൺ ഇന്നിതാ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വലിയ വലിയ മിസൈലുകൾ, പാട്രിയോട്ട്, താഡ് എന്നൊക്കെ പറയുന്ന ആംറാം, ടോമാഹോക്ക് തുടങ്ങിയ മിസൈലുകൾ അടിയന്തരമായിട്ട് വേണമെന്നും, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് അൺപ്രസിഡൻറ്റഡ് സ്പീഡ്, ഡെലിവറി സമയം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. പറയാൻ പറ്റാത്ത വിധമുള്ള അമിത വേഗതയിൽ സാധനം തരണം. അത്രയ്ക്ക് സാധനമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്ത് നിൽക്കുന്നവർ നിരാശയിലാണ് എന്ന അർത്ഥത്തിൽ അമേരിക്കയുടെ പെൻറ്റഗൺ ഈ കമ്പനിക്ക് എഴുതിയിരിക്കുന്നു, കരാർ ഒപ്പിട്ടിരിക്കുന്നു, കാശ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു വശക്കേട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അമേരിക്കയുടെ സൈന്യത്തിനും വന്നിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു വശക്കേട് കൂടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഈ ഇറാനെ ഡീന്യൂക്ലിയറൈസ് ചെയ്യാൻ, ഒരു ആണവ ആയുധ മുക്തമാക്കി മാറ്റാൻ നടത്തുന്ന നടപടികളെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് കൊറിയ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായി മാറിയെന്ന അർത്ഥത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപനം ഫോക്സ് ന്യൂസിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്ന് ഒരു സംയുക്ത പ്രതിരോധ കരാർ ഒപ്പിട്ടതിനെ മുക്തകണ്ഠം ട്രംപ് പ്രശംസിക്കുകയുമുണ്ടായി. ഏതായാലും ഇന്ന് ഈ ഓഗസ്റ്റ് 17 എന്തെങ്കിലുമൊക്കെ ലോകത്ത് സംഭവിക്കുമോ എന്നതറിയാൻ വേണ്ടി കുറേ ആളുകൾ നോക്കിയിരിപ്പുണ്ട്. ഇറാൻ മുമ്പ് സ്വീകരിച്ചിരുന്ന ഒരു ഡിഫെൻസീവ് എന്ന രീതി മാറ്റിയിട്ട് ആക്രമണോത്സുകത കൂട്ടുന്ന ഒഫൻസീവായി മാറിയിരിക്കുന്നു എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ അമേരിക്കയുടെ ഈ കടലിൽ നിൽക്കുന്ന സേന എന്തെങ്കിലും ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രതിരോധ നടപടി എന്ന രൂപത്തിലും അതിനെ തിരിച്ചടിക്കാനെന്ന രൂപത്തിലും ഇറാൻ എന്തെങ്കിലും ചെയ്യുമോ? ഒമാനുമേലുള്ള ഭീഷണി പുതിയ ധ്രുവങ്ങളിലേക്ക് കൊണ്ടുപോകുമോ ഈ വിഷയം എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട രാത്രിയായി ഈ ഓഗസ്റ്റ് 17 രാവ് മാറുകയാണ്. Night updates supported by Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nusud Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Hashim Hypermarket.